ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്സിലാണ്. ഇനിയുള്ള 3 ദിവസങ്ങൾ നിങ്ങളുടെ സ്പന്ദനവും മാത്സിലായിരിക്കും. കാരണം നമ്മുടെ നെക്സ്റ്റ് എക്സാം മാത്സ് ആണ്, മാത്തമെറ്റിക്സ് ആണ്, കണക്കാണ്, പ്രശ്നമാണ്, ഗുരുതരമാണ്. ഇപ്പോൾ ഇന്ന് മലയാളം സെക്കൻഡിന് എക്സാമൊക്കെ ഹാപ്പി ആയിട്ട് എഴുതി വന്ന ഒരുപാട് പിള്ളേരുണ്ടാവും. നമ്മൾ ഇന്നലത്തെ ലൈവൊക്കെ കണ്ടവർക്ക് നല്ല ഉഷാറായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നേരിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടാവും. പോട്ടെ, ഒരു 2-3 മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല. അങ്ങനെ തുമ്മിയാ തെറിക്കണം, മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം. നമ്മൾ അടുത്ത എക്സാം പിടിക്കണം. അടുത്ത എക്സാം ഏതാ? മാത്സ് ആണ്. ഇനി എത്ര ദിവസമുണ്ട്? 3 ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ കിടിലം സ്റ്റഡി പ്ലാൻ, 3 days മാത്തമാറ്റിക്സ് സ്റ്റഡി പ്ലാൻ എങ്ങനെ പഠിക്കും നമ്മൾ പറഞ്ഞു തരടാ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ന് വെള്ളിയാഴ്ച. അത് ഞങ്ങൾക്കറിയാലോ സാർ, എന്നാലും ഞാൻ പറയട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് നമ്മളെ മാത്സിൻ്റെ ചുണക്കുട്ടി പുലിക്കുട്ടി ഹസൽ സാർ എന്ത് ചെയ്യുന്നുണ്ട്? ചാപ്റ്റർ 1 and 3 ഫുൾ ചാപ്റ്റർ വിഷൻ ഫ്രം എ ടു സെഡ്, ബോട്ടം ടു ടോപ്പ്, അടി മുതൽ മുടി വരെ എന്നുള്ള രീതിയിൽ ചാപ്റ്റർ 1 ഉം 3 ഉം മൊത്തത്തിൽ എന്ത് ചെയ്തും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അതിലുള്ള എല്ലാ കണ്ടന്റും, എല്ലാ കാര്യങ്ങളും, എല്ലാ കൺസെപ്റ്റുകളും, എല്ലാവിധ നൂലാമാലകളും എന്ത് ചെയ്യും നിങ്ങൾക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യും ഹസൽ സാർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാർ ഞങ്ങൾക്ക് 5 പാടുണ്ട് പരീക്ഷയ്ക്ക്, ഇത് 1 3 ഉള്ളൂ. എടാ ദിവസങ്ങൾ കിടക്കല്ലേ, നാളെ ദിവസമല്ലേ, മറ്റന്നാളെ ദിവസമല്ലേ? അതെ, ഞങ്ങൾ നിങ്ങളെ കൈവിടില്ല. നാളെ നീളല്ല, ഞങ്ങൾ നാളെ തന്നെ തുടരും. നാളെ ചാപ്റ്റർ 2 ഉം 4 ഉം 5 ഉം 5 ഫുൾ ഉണ്ടാവില്ല, 5ൻ്റെ ഹാഫ് വരെ ഓണം എക്സാമിനുള്ളൂ. സോ 5ൻ്റെ ഹാഫ് വരെ നാളെ എന്തെയും നിങ്ങൾക്ക് ഹനീന മിസ്സും അതുപോലെ തന്നെ ഷാമിൽ സാറും നേരത്തെ പറഞ്ഞ പോലെ എ ടു സെഡ്, ബോട്ടം ടു ടോപ്പ്, അടി മുതൽ മുടി വരെ എല്ലാ കൺസെപ്റ്റും എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് സെറ്റ് ചെയ്ത് തരും. ഇന്നത്തെ ലൈവും നാളത്തെ ലൈവും ചാപ്റ്റർ 1 ഉം 3 ഇവിടെ കവർ ചെയ്തു, 2 4 5 അവിടെ കവർ ചെയ്തു. ഇത് മൊത്തത്തിൽ കവർ ചെയ്ത ഒരാൾക്ക് പിന്നെ മറ്റന്നാളത്തെ സൺഡേയിലെ, ഇവിടെ സാറ്റർഡേ അല്ല കേട്ടോ, സൺഡേയിലെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് പൂ പറിക്കണ ലാഘവമായിരിക്കും. ടോം ആൻഡ് ജെറി കാണുന്ന ഫീൽ ആയിരിക്കും. കാരണം അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഓടിക്കയറും. നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുക, അതിങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ മറ്റന്നാളത്തെ എക്സാം ഹല്ലി വല്ലി നമ്മൾ ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള രീതിയിലായിരിക്കും. സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഇത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം അടിവരയിട്ട് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ അശൽ സാറും ഷാമിൽ സാറും ഹനീന മിക്സൊക്കെ ഇങ്ങനെ ആകെ ഓട്ടപ്പാച്ചില്ല. അതായത് ഇപ്പോൾ ഈ വർഷം 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു റിസർച്ചിലാണ്. കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടാണ്. ഏതൊക്കെ സൈറ്റിൽ നിന്നും അതേപോലെ തന്നെ കുറേ ആപ്പുകളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, സ്വരുക്കൂട്ടിയിട്ട് ഇത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് കൊടുത്താൽ മതി, എടാ ഇങ്ങനെ കൊടുത്താൽ ഒന്നും കൂടി ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ രാവും പകലും ഇല്ലാതെ ഹനീന മിസ്സിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്താണ് അവർ എഫേർട്ട് എടുത്തിട്ട് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കത് കണ്ടിട്ട് ഉറപ്പായിട്ടും പറയാൻ കഴിയും. എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിത് ഉപകരിക്കപ്പെടും. കാരണം അവർ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ റിസർച്ച് ചെയ്ത് കണ്ട് സെറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് ഉപകരിക്കപ്പെടും. നിങ്ങൾക്ക് ഇവരുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മാത്സിന് 80ൽ 80 കിട്ടും എന്നൊന്നും ഞാൻ പറയില്ല, ഡിപ്പെൻസ് ഓൺ ആണ്. പക്ഷേ 80ൽ ഒരു നല്ല മാർക്ക് കിട്ടും. A+നേക്കാൾ കുറയാത്തൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് പോരെ മുത്തേ, അത് പോരെ, അത് മതി. 80ൽ A+ അടിക്കാൻ 72 വേണം. അത് കിട്ടിയാൽ പിന്നെ വേറെ എന്ത് വേണം? പൊളിച്ചടക്കും. അപ്പോൾ ഇതാണ് നമ്മളൊരു സ്റ്റഡി പ്ലാൻ. പിന്നെ ഞാൻ പറയട്ടെ, ഇതാണ് നമ്മളെ സ്റ്റഡി പ്ലാൻ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അതായത് നിങ്ങൾ ഇത് മാത്രം പഠിച്ച്, അതായത് ഇവരുടെ ലൈവ് മാത്രം കേൾക്കുക, അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പരീക്ഷ എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. മേ ബി അതായത് 80ൽ 80 ഒന്നും വാങ്ങിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അവിടെയും കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ് സാർ? അത് നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അതേപോലെ തന്നെ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത് നമ്മളൊരു സജഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറേ സജഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയാക്കുക. എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്യാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് വിവരിക്കാം. അതായത് ഇന്ന് സെപ്റ്റംബർ 6 ഫ്രൈഡേ നമ്മളെ ലൈവ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കയറാം. ഓക്കെ. പിന്നെ നാളെ എന്ത് ചെയ്യുക, സെപ്റ്റംബർ 7 സാറ്റർഡേ, ശനിയാഴ്ച നിങ്ങളിപ്പോൾ ഇന്ന് നമ്മളെ ലൈവിൽ എന്താ പഠിച്ചത്, 1 ഉം 3 ഉം 1ാമത്തെ ചാപ്റ്ററും 3ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് റിവിഷൻ നടത്താം. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഒന്നും കൂടിയും എന്ത് ചെയ്യണം, റിവൈൻഡ് ചെയ്ത് നോക്കണം. അതായത് നാളെ രാവിലെ 9 മണി മുതൽ 11 മണി വരെ നിങ്ങൾ ഇന്ന് പഠിച്ച ആ ചാപ്റ്റർ 1 എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്നും കൂടി കണ്ണോടിച്ച് നോക്കണം. വെറുതെ എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്നൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് നോക്കുക. ഈ കറക്റ്റ് 9 മണി 9 മണിക്കാണ് എജുപോട്ട് പറഞ്ഞത്, അതുകൊണ്ട് 9 മണിക്ക് തന്നെ അവിടെ തുടങ്ങണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് 9:15 തുടങ്ങാം, അപ്പോൾ ഒരു 11:15 എൻ്റെയും, വേണമെങ്കിൽ 8 മണിക്ക് തുടങ്ങാം, അപ്പോൾ ഒരു 10 മണിക്ക് എൻ്റെയും. ഇനി ചില ആളുകൾക്ക് ഭയങ്കര പെട്ടെന്ന് എന്ത് ചെയ്യും, ഓരോന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യുക, കുറച്ച് ലാഭം ഉണ്ടാവും സമയം. ചില ആളുകൾക്ക്
പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ ചിലരെ എന്ത് ചെയ്യും, കുറച്ചേറെ ടൈം എടുക്കേണ്ടി വരും, എക്സ്ട്രാ ടൈം എടുക്കേണ്ടി വരും. അത് ഡിപ്പെൻസ് ആണ്. പക്ഷേ നമ്മളൊരു നോർമൽ ടൈമാണ് പറഞ്ഞത്, 9 AM to 11 AM. ഓക്കെ, അങ്ങനെ ചാപ്റ്റർ 1 എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ആക്കാം. പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട്, ഫുഡൊക്കെ വേണമല്ലോ, നമുക്ക് പ്രധാനമാണ്. കുറച്ച് ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചോളൂ. കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ 2 റീലൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒരു 12 മണി മുതൽ 2 മണി വരെ ചാപ്റ്റർ 3 എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ അതിന് ശേഷം ഒരു 4 മണി മുതൽ 6 മണി വരെ ചാപ്റ്റർ 2 ലൈവ് നാളെയാണ് തരുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്തൊക്കെയാണ് ചാപ്റ്ററിൽ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഈ 4 മണി മുതൽ 6 മണി വരെ എന്നൊക്കെ പറയുമ്പോൾ വൈകുന്നേരം നിങ്ങൾ കളിക്കുന്ന സമയമാക്കും, സാർ ഞങ്ങൾക്ക് പന്ത് കളിക്കാൻ പോകണം, ക്രിക്കറ്റ് കളിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു മണിക്കൂർ കളിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, അങ്ങനെയുള്ള വല്ല കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 മണിക്ക് തുടങ്ങാം. 3 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 4:30 എൻഡ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അത് സെറ്റ് ചെയ്യാം. എന്നിട്ട് 4:30 ശേഷം നിങ്ങൾ കളിക്കാൻ പോയിക്കോളൂ. 6:30 വരെ കളിക്കാമല്ലോ, ലാഭം. എന്നിട്ട് കുളിക്കുക. പിന്നെ മറ്റന്നാളെ ഞങ്ങൾക്ക് കളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. മറ്റന്നാളെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്, ഒരു ദിവസം കളിയൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഞാനൊരു കൺസെക്ഷൻ തരുന്നുണ്ട്. 3 മണി to 4:30 വരെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ 2 എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക, ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് 4:30 ശേഷം കളിക്കാൻ പോയിക്കോളൂ. ഒരു 6:30 ആകുമ്പോൾ, സന്ധ്യ ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആവാം. വീണ്ടും നമ്മളെ ലൈവ് ഉണ്ട് 7 മണി to 9:30 PM. ഓക്കെ, ചാപ്റ്റർ 2, 4, 5 ഹനീന മിസ്സും ഷാമിൽ സാറും അടിപൊളിയാക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഓക്കെ, പിന്നെ അതിന് ശേഷം സെപ്റ്റംബർ 8 സൺഡേ ഞായറാഴ്ച പിന്നെ യുദ്ധക്കളമാണ്. ഞായറാഴ്ച വീണ്ടും എന്ത് ചെയ്യണം, ശനിയാഴ്ച ചാപ്റ്റർ 2 റിവൈസ് ചെയ്തല്ലോ, ചാപ്റ്റർ 4 എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ 5 റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ചാപ്റ്റർ 2 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഒരു തവണ ഇവിടെ നോക്കിയിട്ടുണ്ട്. പിന്നെ ആ ചാപ്റ്റർ 2 എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏകദേശം നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അഥവാ ഇനി കുറച്ച് അല്ലറ ചില്ലറ കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ചാപ്റ്റർ 2 കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വെറുതെ ചുമ്മാ ചെയ്ത് നോക്കുക, ചുമ്മാ ഒരു രസത്തിന് ചെയ്ത് നോക്കാം. അപ്പോഴത്തേന് ചാപ്റ്റർ 2 അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. സോ അവിടെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയി, 2 കംപ്ലീറ്റ് ആയി, 3 കംപ്ലീറ്റ് ആയി. ഇനി 4, 5 ബാക്കിയുള്ളൂ. അതും നമ്മൾ ആ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അതെന്ത് ചെയ്യണമെന്നറിയോ, അത് ഞായറാഴ്ച എന്ത് ചെയ്യുക, അതൊന്ന് ഡിസ്കസ് ചെയ്യുക. രാവിലെ 8 മണി മുതൽ 10 മണി വരെ വെറുതെ ചുമ്മാ അതൊന്നും കൂടി റിവൈസ് ചെയ്യുക. 11 മണി മുതൽ 1 മണി വരെ. ഇത് ഇത്ര സമയത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. 11 to 1 2 മണിക്കൂറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം ചാപ്റ്റർ 5 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചാപ്റ്ററാണ്. പിന്നെ ഇതിൽ കുറച്ച് കണ്ടന്റ് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവർക്കും ഇത് ഒരേപോലെ ആവില്ല. ചില ആളുകൾക്ക് ചില എക്സ്ട്രാ ടൈം എടുക്കേണ്ടി വരും, ചില ആൾക്കാർക്ക് ഇത്ര സമയം ആവശ്യം ഉണ്ടാവില്ല. അത് ഡിപ്പെൻസ് ആണ്. എക്സ്ട്രാ ടൈം എടുക്കേണ്ടവർ എക്സ്ട്രാ ടൈം എടുക്കുക തന്നെ വേണം. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കാണണം. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, ചില ലാഭം കിട്ടും. അവരെന്ത് ചെയ്യും, പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി പഠിക്കാൻ പറ്റും. സ്കില്ലിനനുസരിച്ചാണ്. അത് ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം 2 മണി മുതൽ 6 മണി വരെ ഈ 5 ചാപ്റ്റർ എന്ത് ചെയ്യുക, മൊത്തത്തിൽ റിവിഷൻ നടത്തുക. അപ്പോൾ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, മൊത്തത്തിൽ എല്ലാ പരിപാടികളും മാറ്റിവെക്കണം. കാരണം മൺഡേ പരീക്ഷ അല്ലടാ. അപ്പോൾ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ എല്ലാ പരിപാടികളും മാറ്റിവെക്കണം. കല്യാണം ഉണ്ടാവും, കളിയാട്ടം ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടികൾ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളെ ബ്രദറിൻ്റെ കല്യാണമാണ്, സിസ്റ്ററിൻ്റെ കല്യാണമാണ്, ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ വേറെ വകയിലുള്ള അങ്ങനെ ഉള്ള ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് പോകണ്ട. എന്തിനാ ഇപ്പോൾ വെറുതെ പോകണം, ഒരു ബിരിയാണി ഇല്ലേ, പോട്ടെ, ആ ബിരിയാണിയോട് പോകാൻ പറയും. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കല്യാണത്തിന് പിടിക്കാം. അത് അത്രേ ഉള്ളൂ. ആ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഡീൽ ചെയ്യുക. അങ്ങനെ ഡീൽ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. പിന്നെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, രാത്രി 9:00 ശേഷം നല്ല കൂർക്കം വലിച്ച് കടന്നുറങ്ങുക, അടിപൊളിയായിട്ട് കടന്നുറങ്ങുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്നത്തെ പരീക്ഷ, മൺഡേയിലുള്ള പരീക്ഷ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും, സെറ്റായിട്ട് എഴുതാൻ പറ്റും, പവറായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾ ഇതേപോലെ ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ സത്യം പറയാലോ, നിങ്ങൾ ഇതേപോലെ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളതിൽ എനിക്കൊരു കോൺഫിഡൻസും ഇല്ല. കാരണം നമ്മൾ സ്റ്റുഡൻസാണ്, നമ്മളെ മൈൻഡ് നമ്മൾക്ക് അറിയാലോ. പക്ഷെ ഞാൻ പറയുന്നു, ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80-ൽ 72 മാർക്കിൻ്റെ മുകളിൽ കിട്ടുമെന്നുള്ളത് ഗ്യാരണ്ടി. പക്ഷേ ഇതിലെന്തെങ്കിലും താളങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് എന്തെങ്കിലും തുള്ളി കുറയാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം, ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ തയ്യാറാവുകയാണോ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഇനി അതല്ല, എനിക്ക് വേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, ആ ഒരു മൈൻഡാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യു ഷുഡ് ടേക്ക് ദാറ്റ് ഡിസിഷൻ. നിങ്ങളാണ് ആ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അടിപൊളിയായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് കിഡിലൻ. ഓക്കെ, ബൈ.